ആ സമയത്തിന് ടൗണിൽ എത്താൻ പറ്റും. സാറേ പറഞ്ഞ പോലെ ഈ പമ്പുകാരുടെ സേവനം 24 മണിക്കൂർ എന്നുള്ളത് വെറും 14 മണിക്കൂറാക്കിയത് മാത്രമല്ല, ഇനി മുതൽ ഞായറാഴ്ച പമ്പ് തുറക്കണ്ടാകും ആ സാറന്മാരുടെ അസോസിയേഷൻ ഇപ്പൊ തീരുമാനിച്ചു സാറേ. ഇതെല്ലാം ഞമ്മക്ക് പറയാമുള്ളേ എന്നും പറഞ്ഞ് ഇവരെന്തിനാണ് ഇപ്പൊ ഈ ബാണുമുട്ട പോലെ പോകുന്നു. വരുന്ന 18-ാം തീയതിയല്ല ഇവർ ഈ പുതിയ പരിഷ്കാരങ്ങളെല്ലാം ഇവിടെ നടപ്പിലാക്കൂലു. ഇന്നിപ്പോ തീയതി 4-ലെ അയച്ചു. അണ്ണ ഇതെന്തെണ്ണ ഈ പമ്പ് മുതലാളിമാർക്ക് തപേന്ന് ഇങ്ങനെ ഒരു ഓളങ്ങളുണ്ടായേ? അത് ജീവനക്കാരുടെ PF-ൽ നിന്ന് രക്ഷപ്പെടാനും വേണ്ടിയിട്ടാ അവരിങ്ങനെ ഒരു പരിഷ്കാരം കൊണ്ടുവരുന്നേന്നാ പൊതുവെ പറഞ്ഞേക്കുന്നു. എന്താ വീട്ടിന്റെ കാര്യത്തെ നിങ്ങൾ ഈ പറയണേ? ജീവനക്കാർക്ക് വേതനവും ആനുകൂല്യവും കൊടുക്കണമെന്ന് പറഞ്ഞ് ഏതേലും ഒരു മുതലാളി കച്ചവടം വേണ്ടാന്ന് വെച്ച് സ്ഥാപനം നേരത്തെ കൂട്ടോ? കമ്മ്യൂണിസം കണ്ടുപിടിച്ച് സാക്ഷാൽ കാറൽ മാർക്സ് വന്നൊരു കച്ചവട സ്ഥാപനം തുടങ്ങിയാൽ പോലും ഇത് ചെയ്യില്ലല്ലോ. ഇനിയല്ലേ ഒന്ന് നേരിട്ട് ലാഭം കൊയ്യുന്ന നമ്മുടെ പെട്രോൾ പമ്പുകാർ ഇത് ചെയ്യണേ. സാറേ എന്നാ പിന്നെ ഇതിന്റെ യഥാർത്ഥ കാരണം എന്താണെന്ന് സാറ് തന്നെ പറയും സാറേ. കറണ്ട് ചാർജിന്റെ കൂടുതലും രാത്രിയിലുള്ള പവർ കട്ടും ഉണ്ടാകല്യവും ഇതിന്റെ കൂടെ ആവശ്യത്തിന് ജോലിക്കാരെ കിട്ടാനുള്ള പ്രയാസവും ഇതിനെല്ലാത്തിനും ഉപരി പഴയ പോലെ ഈ കച്ചവടത്തിന് വലിയ കൊയ്ത്തില്ലാത്തതുമൊക്കെയാ ഇങ്ങനെ ഒരു തീരുമാനത്തിലെത്താൻ അവരെ പ്രേരിപ്പിച്ചതെന്ന് അവരുടെ ഫെഡറേഷൻ പ്രസിഡന്റ് ആ മാത്യുവോടുകൾ പറയണ്ടായേ. സഹാബെ മാത്യു സാറപ്പ എന്ന് പറഞ്ഞാലും ഇവരുടെ ഈ പുതിയ പരിഷ്കാരം ഇവിടെ നടപ്പിലാക്കാമെന്ന് വിചാരിക്കണ്ട. ഒന്നാമത് പെട്രോൾ കമ്പനികൾക്കൊന്നും ഇത് നടപ്പിലാക്കുന്നതിനോട് തീരെ യോജിപ്പില്ല. രണ്ടാമത് ഇതിവിടെ നടപ്പിലാക്കാൻ സമ്മതിക്കില്ലെന്ന് ഞങ്ങളുടെ മന്ത്രി ദിവാകരൻ സഖാവ് പറയുന്നേ അറിയോ? ദിവാകരൻ മൂപ്പർക്കെന്താന്നിപ്പോ ഈലിക്കാരിയോ? ഈ പമ്പ് കൂടി കൊടുക്കുന്നത് റേഷനറി ഒന്നല്ലല്ലോ, പെട്രോളും ഡീസലും തന്നെയല്ലേ? അതുമല്ല, ഒരു കച്ചവട സ്ഥാപനം എപ്പോ തുറക്കണം എപ്പോ പൂട്ടണം എന്ന് തീരുമാനിക്കാനുള്ള അവകാശം അതിന്റെ ഉടയവന്മാർക്കല്ലേ? അതെങ്ങനെ ഉടയന്മാർക്കാകും? ആദ്യം ഒരു പെട്രോൾ പമ്പ് അടച്ചിടണമെങ്കിൽ അത് തീരുമാനിക്കേണ്ടത് അതിന്റെ മുതലാളിയല്ലേ, അവിടുത്തെ കളക്ടറാണ്. എന്താന്ന് വെച്ചാ ഈ പെട്രോൾ കച്ചവടം അവശ്യ സർവീസിൽപ്പെട്ട കേസാ, അതറിയൂ? പണിക്കർ സാറേ, ഇതിലിപ്പോ നിങ്ങളിങ്ങനെ ടെൻഷൻ അടിക്കേണ്ടി വേണ്ട. ആവേശം മൂത്ത് പമ്പ് മുതലാളിമാര് അവരുടെ പമ്പ് നേരത്തെ അടച്ചാലേ 50-100 ലിറ്ററൊക്കെ വലിയ കന്നാസ് ശേഖരിച്ച് ചെറുകിട കച്ചവടക്കാര് അടച്ചിട്ട് ഈ പമ്പിന്റെ മുന്നിൽ തന്നെ ഇതിന്റെ കച്ചവടം തുടങ്ങും. അങ്ങനെ വരുമ്പോ കൂട്ടിയതിനേക്കാൾ വേഗത്തിൽ അവർക്ക് ഈ പമ്പ് തുറക്കേണ്ടിയും വരും. 1-ാം തീയതി സിവിൽ സപ്ലൈസ് അടച്ചിട്ടോന്നും പറഞ്ഞു നമ്മൾ ആരെയും കണ്ടുപിടിക്കാനിരിക്കുന്നുണ്ടോ? അതുപോലെ ഉള്ളൂ ഇതും. കോഴിയോട് ചോദിച്ചിട്ടാണോ കോഴിക്കറി വെക്കുന്നത്?